CJP കോക്രോച്ച് ജനതാ പാർട്ടി വളരെ ആവേശമായിക്കൊണ്ടിരിക്കുകയാണ്. ജൻസികൾക്കിടയിൽ കത്തിക്കയറിക്കൊണ്ട് പുതിയ ഓൺലൈൻ പാർട്ടി, ഉള്ള പാർട്ടികളൊന്നും പോരായിട്ടാണോ പുതിയൊരു പാർട്ടി എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് CJP. വെറും 2 ദിവസം കൊണ്ട് 10 മില്യണിലേറെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റുള്ള പ്ലാറ്റ്ഫോം, സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ചേരാൻ വേണ്ടി ക്യൂ നിന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് CJP, എങ്ങനെയാണ് CJP തുടങ്ങിയത്, ആരാണ് CJP തുടങ്ങാൻ കാരണക്കാരനായത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. CJP എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോക്രോച്ച് ജനതാ പാർട്ടി, ഇത് നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ ഒറ്റ യുവാവ് ഉണ്ടാക്കിയാണ്. ദീപക് എന്ന് പറഞ്ഞിട്ടൊരു യുവാവ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അഭിജിത്ത് ദിപ്കെ അവന് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഒരു വിധി പറയുമ്പോൾ അതിൻ്റെ ഇടക്കുന്ന് ഇങ്ങനെ ഒരു പറ്റം യുവാക്കൾ, ജോലിയും കൂലിയൊന്നും ഇല്ലാതെ തിരിഞ്ഞു കളിക്കുന്ന യുവാക്കൾ, പിന്നെ ഒരു പണിയുമില്ലാതെ ചില മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കയറിയിരുന്നുകൊണ്ട് ഇങ്ങനെ ഗവൺമെൻറ്റിനെയും മറ്റുള്ള അധികാരികളെയും കുറ്റം പറയുന്നു എന്ന് കുറ്റപ്പെടുത്തിയത് കൊണ്ട് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിലെ യുവാക്കൾ അങ്ങനെ വളരെ ജോലിയൊന്നുമില്ലാതെ എന്താ പറയുന്നത്, നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കാൻ പറ്റുന്ന രീതിയിലല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് വിധി പറയുമ്പോഴുള്ള പരാമർശമായിരുന്നെങ്കിൽ കൂടി അത് യുവജനതയെ വളരെയധികം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് ഈ പാർട്ടി രൂപീകരണവും പാർട്ടിയിലേക്കുള്ള ഈ തള്ളിക്കയറ്റം എന്ന് വേണം നമുക്ക് പറയാം. അത്രയധികമാണ് അതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം ദിനംപ്രതി മില്യൺസ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ വന്നതിന് വിശദീകരണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഈ ഫേക്ക് ഡിഗ്രിയുമായിട്ട് പല മാധ്യമ സ്ഥാപനങ്ങളും കയറുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CJPയുടെ ഫൗണ്ടർ ടീമുകളും ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതിന് മുമ്പ് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് 3 ഗുണങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങൾ ലേസി ആയിരിക്കണം, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, നിങ്ങൾക്ക് ജോലി ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുറ്റം കൊണ്ട് ജോലി കിട്ടാനിട്ടൊന്നും അവർ ചോദിക്കൂല. നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, നിങ്ങൾ ലേസി ആയിരിക്കണം, ശരീരം കൊണ്ട് ലേസിയും മൈൻഡ് കൊണ്ട് വളരെ ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ 11 മണിക്കൂർ നിങ്ങൾ ഓൺലൈൻ ഉണ്ടാവണം. ഈ 3 ഗുണങ്ങളുള്ള ആളെ മാത്രമേ CJPയിൽ എടുക്കൂ, അല്ലാണ്ട് വെറുതെ തേരാപ്പാല തിരഞ്ഞെടുക്കുന്നതിന് CJPയിൽ ഒന്നും എടുക്കൂല. അതുപോലെ തന്നെ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇതുപോലെയുള്ള ചീഫ് ജസ്റ്റിസുകളൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ സുപ്രീം കോടതിയിലെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് രാഷ്ട്രപതി അല്ലെങ്കിൽ അതുപോലെ പിന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പണികളിലേക്ക് പോകുന്നതിനെ തടയുന്ന ഒരു നിയമം കൊണ്ടുവരണമെന്നും കൂടി CJP പറയുന്നിടത്താണ് CJPയുടെ മാസ്. അതുപോലെ തന്നെ CJP ഒരു 5ഓളം ലക്ഷ്യങ്ങൾ അവരെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് വ്യക്തമായി നമുക്കൊരു ധാരണ കിട്ടും എന്താണ് CJPയുടെ 5 CJP എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ CJPയുടെ 5 ലക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് അവർ എത്രത്തോളം മാസാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് അവരെ ഫസ്റ്റ് സംഭവം ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, എ ടോട്ടൽ ബാൻ ഓൺ ചീഫ് ജസ്റ്റിസ് ടേക്കിംഗ് അപ്പ് പോസ്റ്റ് റിട്ടയർമെന്റ് റോൾ സച്ച് ആസ് രാജ്യസഭാ സീറ്റ്. അതായത് പല ചീഫ് ജസ്റ്റിസുമാരും കോടതിയിലെ ജഡ്ജിമാരൊക്കെ പിന്നെ ഗവൺമെൻറ് നിന്ന് ആനുകൂല്യം പറ്റുന്ന പോലെ ചീഫ് ജസ്റ്റിസ് ആയി കഴിഞ്ഞതിന് ശേഷം രാജ്യസഭാ സീറ്റിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ പല ഗവൺമെൻറ് തസ്തികകളിലേക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ടോട്ടലായിട്ട് നിരോധിക്കുക എന്നുള്ളതാണ് CJPയുടെ 1ാമത്തെ ലക്ഷ്യം. 2ാമത് CJP പറയുന്നത് ഇലക്ട്രൽ ഇൻറ്റഗ്രിറ്റി, അറസ്റ്റ് അണ്ടർ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, UAPA ഫോർ ദ ഇലക്ഷൻ കമ്മീഷണർ ഇഫ് എനി ലെജിറ്റിമേറ്റ് വോട്ട്സ് ആർ ഡിലീറ്റഡ്. ഏതെങ്കിലും ഒരു പൗരന്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ UAPA ചുമത്തിക്കൊണ്ട് ജയിലിൽ അടക്കുക എന്നാണ് CJPയുടെ 2ാമത്തെ ആവശ്യം. 3ാമത് CJP പറയുന്നത് വുമൻ റെപ്രസെൻറ്റേഷൻ, റിസർവിംഗ് 50% ഓഫ് പാർലമെന്ററി സീറ്റ്സ് ആൻഡ് ക്യാബിനറ്റ് പൊസിഷൻ ഫോർ വുമൻ വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസിന്റെ രാജ്യസഭയുടെ മൊത്തമായിട്ടുള്ള എണ്ണമൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിടത്ത് തന്നെ 50-50. മുന്നേ ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുന്ന പോലത്തെ കണകുണ പരിപാടിയൊന്നും വേണ്ട, എല്ലാവർക്കും പകുതി 50-50. അതാണ് CJP ലക്ഷ്യം വെക്കുന്ന കിനാശേരി. ഇൻഡിപെൻഡന്റ് മീഡിയ, cancelling the broadcast license of corporate-owned media such as those tied with Reliance and Adani and launching investigations into
ഗോഡി മീഡിയ ആങ്കേഴ്സ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ പുഷ് ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ മോശം കാര്യങ്ങളെ പോലും നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുന്ന, അദാനിയും റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും അടച്ചു പൂട്ടി പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സുതാര്യമായ മീഡിയ കൊണ്ടുവരണമെന്നാണ് CJPയുടെ 4ാമത്തെ ആവശ്യം. 5ാമത് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ. A 20-year ban from contesting election or holding public office for MP or MLA whose defects from one party to another. വളരെ അടിപൊളിയായിട്ട് സാധനമാണ്. അതായത് തോന്നുമ്പോൾ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയുണ്ട് രാഷ്ട്രീയത്തിൽ. അതായത് ജനങ്ങളെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ജയിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞാൽ ജനങ്ങളെ മുഖത്തേക്ക് ചാണാൻ പാരി വലിച്ചെറിയുന്ന പോലെ ഇവൻ വേറെ പാർട്ടിയിലേക്ക് അങ്ങ് മാറുക. ഈ തോന്നിവാസം നിരോധിക്കണമെന്നാണ് ആന്റി ഡിഫെക്ഷൻ ലോ 5ാമത്തെ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 5ാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ 20 കൊല്ലം ബാൻ. അങ്ങനെ കാണിക്കുന്ന തെമ്മാടിയായ രാഷ്ട്രീയക്കാരെ 20 കൊല്ലം അങ്ങോട്ട് ബാൻ ചെയ്യുക. പിന്നെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ അവന് യാതൊരു അർഹതയില്ലാത്ത രീതിയിലാക്കി വെക്കുക. അപ്പം ഗംഭീരമായ സംഭവമാണ് ഇവർ പറയുന്നത്. ഇവരെ മാനിഫെസ്റ്റോ എന്നെല്ലാം പറഞ്ഞാൽ CJP മാനിഫെസ്റ്റോ 5 പോയിന്റ് അജണ്ട എന്ന് ഇതിന് പറയുന്നത്. ദ CJP മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ദ 5 പോയിന്റ് അജണ്ട ഓഫ് കോക്രോച്ച് ജനതാ പാർട്ടിയാണ് നമ്മളിപ്പം വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ, കോക്രോച്ച് ജനതാ പാർട്ടി അതിൻ്റെ ഫൗണ്ടറായിട്ട് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം ഒരു ഫോർമർ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആണ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഗംഭീരമായ പരിപാടിയാണ് അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേരാൻ വേണ്ട യോഗ്യത ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഈ സുപ്രീം കോടതി ജസ്റ്റിസ് പറഞ്ഞ പോലെ ലേസി ആയിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ നാടിനും നാട്ടുകാർക്കും ഉപകാരമില്ലാതെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും കയറി കൂടിക്കൊണ്ട് എല്ലാവരെയും കുറ്റം പറയുന്നെന്ന് അദ്ദേഹം പറഞ്ഞ അതേ പോയിന്റാണ് ഇവരുടെ പ്ലസ് പോയിന്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. അതായത് നിങ്ങൾ CJP കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗമാകണമെങ്കിൽ ആദ്യമായി നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. ആ അൺഎംപ്ലോയ്മെന്റിന്റെ കാരണം നിങ്ങൾക്ക് പണിക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതോ അല്ലെങ്കിൽ നാടിന്റെ കുറ്റം കൊണ്ട്, ഗവൺമെന്റിന്റെ കുറ്റം കൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടാത്തതോ എന്നൊന്നും CJP നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾ പണിക്ക് പോകാൻ പാടില്ല, അൺഎംപ്ലോയിഡ് ആയിരിക്കണം. 2ാമത് നിങ്ങൾ ലേസി ആയിരിക്കണം ബോഡി കൊണ്ട്, പക്ഷെ നിങ്ങളുടെ മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? അലസൻ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് വർക്ക് ചെയ്യൽ മാത്രമല്ല, സ്മാർട്ട് വർക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, CJP ഉദ്ദേശിക്കുന്നത്. 3ാമത് എന്താ പറഞ്ഞത്? 3ാമത് 11 മണിക്കൂർ ഓൺലൈൻ ഉണ്ടാവണം. ചുമ്മാ കിടന്നുറങ്ങിയിട്ട് ഞാൻ CJPയിൽ അംഗാണെന്ന് പറഞ്ഞിട്ട് കുളിച്ച് മാറ്റി പുതപ്പും കിടത്ത് ഉറങ്ങിയിട്ട് രാഷ്ട്രീയം കളിക്കാമെന്ന് ചോദിക്കുന്നതിന് വിടൂല. നോ, CJP വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് CJPയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ CJP ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നാട്ടിലുള്ള നിങ്ങൾ, ഈ ഗുണങ്ങളുള്ള നിങ്ങൾ, ജോലിക്ക് പോകാത്ത അലസനായിരിക്കുന്ന 11 മണിക്കൂർ കൂടുതൽ ഓൺലൈനിൽ നിൽക്കുന്ന നിങ്ങൾ ഇന്ന് തന്നെ CJPയിൽ ചേർന്നുകൊണ്ട് അംഗത്വം ഉറപ്പിച്ചുകൊണ്ട് നാളെയുടെ നല്ലൊരു ഇന്ത്യക്കായിക്കൊണ്ട്, CJPയുടെ 5 ലക്ഷ്യങ്ങൾ മറക്കാത്ത ഇന്ത്യക്കായിക്കൊണ്ട്, അതായത് സുപ്രീം കോടതിയിലും അതുപോലുള്ള വലിയ പദവികളിൽ ഇരുന്നു കൊണ്ട് ആ പദവി കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്ന് രാജ്യസഭയിൽ കയറുന്ന ജഡ്ജിമാരുടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ എതിരായുള്ളൊരു നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന CJP, സ്ത്രീകൾക്ക് 50-50 അനുവാദികമായ നിയമം കൊടുക്കണം, രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ കൊടുക്കണമെന്ന് പറയുന്ന CJPയുടെ ലക്ഷ്യങ്ങൾ വളരെ മഹത്തായ ലക്ഷ്യങ്ങളാണ്, 5 ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള CJP നാളെ നിങ്ങളുടെ നാടിന് കരുത്തായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു മനുഷ്യൻ, ഒരു പൗരന്റെ വോട്ട് വിട്ടുപോയാൽ ആ ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തണം എന്ന് പറയുന്ന CJP, ഇൻഡിപെൻഡന്റ് മീഡിയയിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് പറയുന്ന CJP, ആന്റി ഡിഫെക്ഷൻ ലോ വേണമെന്ന് പറയുന്ന CJP, ഇങ്ങനെയുള്ള CJPയിൽ നിങ്ങൾ ഇന്ന് തന്നെ അംഗമായിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ, നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാനേ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് CJPക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ. ഗുഡ് ബൈ ഗായ്സ്.